25 കോടിയുടെ ലോട്ടറി അടിക്കുന്നവന്റെ കയ്യിൽ അവസാനം കിട്ടുന്നത് 12 കോടി രൂപ മാത്രമാണ്. ഇനി ഈ 12 കോടി രൂപ മാത്രം കയ്യിൽ കിട്ടുന്ന ഭാഗ്യവാനെ അയ്യോ 25 കോടിയുടെ ലോട്ടറി അടിച്ചു എന്ന് പറഞ്ഞ് അയാളെ ഈച്ച പൊതിയുന്നത് പോലെ ആണ് ആൾക്കാര്, അതായത് ഓരോ തരത്തില് ഓരോന്ന് പറഞ്ഞ് അയാളെ എങ്ങനെയെങ്കിലും വശീകരിച്ച് കുറച്ച് ഫണ്ട് കുറച്ചായിട്ട് അയാളിൽ നൂറ്റിയെടുക്കാൻ പറ്റുമോ എന്ന് കരുതി അയാളെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവരുണ്ട്. ഇത് ലോട്ടറി അടിക്കുന്നവർ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ലോട്ടറി അടിക്കുന്നവർ മനസ്സിലാക്കിക്കൊണ്ട്, അതായത് 12 കോടി രൂപ മാത്രം, 25 കോടിയിൽ നിന്ന് 12 കോടി, ഇപ്പൊ 40% നികുതിയാക്കാൻ പോവുകയാണെങ്കിൽ ഈ 12 കോടിയും കിട്ടില്ല. ഏകദേശം 10 കോടിക്കടുത്തേ അയാളുടെ കൈ കിട്ടുള്ളൂ 25 കോടിയുടെ ലോട്ടറി അടിച്ചാൽ. അങ്ങനെ ഈ 12 കോടിയോ 10 കോടിയോ എത്രയോ കിട്ടിയെന്നിരിക്കട്ടെ, ആ കിട്ടിയ ഓരോ പൈസയും ഒരു കാരണവശാലും ദൂർത്തടിച്ച് കളയാൻ പറ്റാതെ അനിവാര്യമായും സൂക്ഷിച്ച് ചെലവഴിക്കേണ്ട പൈസയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിതകാലം മുഴുവനും അത് ഒരു അടിത്തറ പാകണം, ജീവിതത്തിന് ഒരു അടിത്തറ പാകണം, ഒരു പൈസ പോലും നഷ്ടപ്പെടുത്തി കളയരുത് എന്ന ധാരണയോടുകൂടി ഈ പറയപ്പെട്ട നികുതി അടച്ച നികുതികളുടെ ഒക്കെ രസീത് വളരെ ഭദ്രമായി സൂക്ഷിക്കണം. എന്തിനാണത് ഭദ്രമായി സൂക്ഷിക്കുന്നത്? അയാൾ ആ പണം ബാങ്കില് ഒന്നിച്ച് നിക്ഷേപിച്ചാലും പല ബാങ്കുകളായി നിക്ഷേപിച്ചാലും ഈ രസീത് കാണിച്ചില്ലെങ്കിൽ അയാൾ ആ ഓൾറെഡി നേരത്തെ തന്നെ നികുതി കൊടുത്തു എന്നുള്ളത് അറിയാതെ ബാങ്കിൽ ചെല്ലുമ്പോൾ ബാങ്കർ വീണ്ടും അയാളോട് നികുതി ചോദിക്കും. ഈ പറയപ്പെട്ട രീതിയിലുള്ള നികുതി നിരക്കുകളൊക്കെ ബാങ്കിലും കൊടുക്കേണ്ടി വരും. അങ്ങനെ കൊടുക്കാതിരിക്കാൻ വേണ്ടിയാണ് അടച്ച നികുതിയുടെ രസീത് ആ പണം സൂക്ഷിക്കുന്ന അതേ ജാഗ്രതയോട് കൂടി തന്നെ ആ രസീത് സൂക്ഷിക്കുക. എന്നിട്ട് ഓരോ പ്രാവശ്യവും ഈ പണം എടുത്ത് കൈകാര്യം ചെയ്യുമ്പോൾ ആ രസീത് ബാങ്കിനെ കാണിക്കുക. ഇതിന്റെ എല്ലാ നികുതി ബാധ്യതകളും ഞാൻ തീർത്തതാണ്, ഇതിനി ഒരു നികുതി ബാധ്യതയും വന്നുകൂടാ. അതേ സമയത്ത് ആ പണം കൊണ്ടുപോയി അയാള് സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിച്ചു, അവിടെ പെട്ടെന്നൊരു ബൂം ഉണ്ടായി, ഒരുപാട് പണം ലാഭം കിട്ടി. അങ്ങനെ ലാഭം കിട്ടി ആ ലാഭത്തിന് അയാൾ വീണ്ടും നികുതി കൊടുക്കേണ്ടി വരും. അതല്ല, ഈ 10 കോടിയോ 12 കോടിയോ ബാക്കി കയ്യിൽ എത്ര വരുന്നോ അതിന് പിന്നെ യാതൊരു നികുതി ബാധ്യതയും ഉണ്ടാകുന്നില്ല. അത് കൊടുത്ത് സിമന്റ് മേടിച്ചാലും ഈ രസീത് കാണിക്കാം, വീണ്ടും അവിടെ നികുതി കൊടുക്കേണ്ട. അല്ല, അത് കൊടുത്ത് മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് സ്വർണം മേടിക്കാൻ പോയി, അങ്ങനെ എന്ത് ചെയ്ത് എവിടെ ചെലവഴിച്ചാലും ആ ചെലവഴിക്കുന്നിടത്തൊന്നും അയാൾ വേറെ ഒരു നികുതിയും കൊടുക്കേണ്ടി വരാതിരിക്കാനാണ് ഈ രസീത് സൂക്ഷിക്കണം എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ വ്യക്തികൾ, ഞാൻ അനാഥനാണ്, എൻ്റെ വീട്ടിൽ പട്ടിണിയാണ്, എൻ്റെ വീട്ടിലുള്ളവർക്കെല്ലാം ക്യാൻസറാണ്, എൻ്റെ വീട്ടിലുള്ളവർക്കെല്ലാം അങ്ങനെയാ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞ് വരുന്ന ഒരുപാട് പേര് കാണും. അവരെയൊക്കെ അതായത് അവരെ ഒന്നും കൈയോടെ വെറുതെ വിടണം എന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ അവര് പറയുന്നതിലെ വാസ്തവം എന്തുമാത്രമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വളരെ കൃത്യതയോടെ പഠിച്ച് കൃത്യമായിട്ട് കാര്യം മനസ്സിലായാൽ മാത്രമേ ഒരു ചെറു വിരലെങ്കിലും അനക്കി ആരെയെങ്കിലും സഹായിക്കാവൂ. കാരണം ഈ വരുന്നവരാരും നമ്മുടെ മിത്രങ്ങളായിരിക്കുകയില്ല, നമ്മളെ ഊറ്റിയെടുക്കാൻ വരുന്ന ശത്രുക്കളായിരിക്കും ഈ വരുന്നവരിൽ അധികം പേരും. അതായത് അസൂയ കൊണ്ടും ഒക്കെ ആയിരിക്കും ഇത്തരക്കാർ വരുന്നത്. അപ്പൊ അങ്ങനെയുള്ളവരെ അതുപോലെ കൈകാര്യം ചെയ്ത് വിട്ടിട്ട് ഈ പണം വളരെ പ്രൊഡക്റ്റീവായിട്ട് യുക്തിസഹമായിട്ട് ഓരോ പൈസയും പ്രത്യുൽപാദനപരമായ രീതിയിൽ തന്നെ ചെലവഴിക്കണം. അതിനെന്താ വേണ്ടത്? ഏറ്റവും അടുത്ത് ഏറ്റവും അഭ്യുദയകാംക്ഷി ഭർത്താവാണെങ്കിൽ ഭാര്യ, അല്ലെങ്കിൽ അച്ഛനോ അമ്മയോ ആര് തന്നെയും ആകട്ടെ, നമ്മുടെ ഏറ്റവും അടുത്ത് നമുക്ക് വേണ്ടി മാത്രം ചിന്തിക്കുന്ന, നമ്മുടെ വളർച്ചയെ പറ്റിയ, നമ്മുടെ ഫ്യൂച്ചറിനെ പറ്റിയ ഒക്കെ മാത്രം ചിന്തിക്കുന്നവരെ കൂടെ നിർത്തി ഒരു കണക്കെടുപ്പ് നടത്തണം. എവിടെയാണ് എങ്ങനെയാണ് ഈ പണം ചെലവഴിക്കേണ്ടത്? കുറച്ചു പൈസ ബാങ്കിൽ ഇട്ടിരിക്കുന്നത് തീർച്ചയായും നല്ലതാണ്. മുഴുവനും ബാങ്കിൽ ഇടുക, എന്നിട്ട് ബാങ്കിൽ നിന്ന് കുറേശ്ശെ എടുത്ത് ഏതൊക്കെ ആവശ്യങ്ങൾക്കാണോ വേണ്ടത് എന്നുള്ളതിന് നടത്തുക. പെട്ടെന്ന് കൊണ്ടുവന്ന് കയ്യിൽ വെച്ചിരുന്ന് മോഷ്ടിച്ചു കൊണ്ടുപോകാനുള്ള അവസരം ഉണ്ടാക്കാതെ പണം കിട്ടിയാൽ ഉടൻ തന്നെ കൊണ്ടുവന്ന് ബാങ്കിൽ ഇടുക. ബാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് ആവശ്യാനുസൃതം മാത്രം എടുക്കുക. ആവശ്യാനുസൃതം എടുക്കാം എന്ന് പറഞ്ഞ എല്ലാം കൂടി സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ കൊണ്ടുപോയി ഇടരുത്. കാരണം നമുക്ക് വളരെ കുറഞ്ഞ പലിശയെ അവിടെ നിന്ന് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് ബാങ്ക് ധനികനാകാനല്ല നമ്മൾ നോക്കേണ്ടത്, നമ്മുടെ പണം എങ്ങനെയാണ് ഏറ്റവും ഉൽപാദനപരമായ രീതിയിൽ
ഡൈവേഴ്സിഫൈ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതായത് അത് വിവിധ മാർഗങ്ങളിലൂടെ ഇൻവെസ്റ്റ് ചെയ്യണം. അതെങ്ങനെയൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്? മ്യൂച്വൽ ഫണ്ട്സിൽ കുറെ ഫണ്ട് ഇട്ടാൽ നല്ലതാണ്. അത് നല്ല വിദഗ്ധരോട് അഭിപ്രായം ചോദിച്ചതിന് ശേഷം നല്ല മ്യൂച്വൽ ഫണ്ടുകളിൽ കൊണ്ടുപോയി കുറച്ച് ഫണ്ട് ഇട്ടാൽ നല്ലതാണ്. പിന്നെ നമുക്ക് വീട് പോലെയുള്ളത് ഇല്ലെങ്കിൽ ആ വീട് പണിക്ക്, അതുപോലെ തന്നെ അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത് മാറ്റിയിടുക. മാറ്റിയിടുമ്പോഴും അത് ഒരു വർഷത്തേക്ക് എന്ത് ചെലവ് വരും, അതിനുള്ളത് മാത്രം ആ ഒരു വർഷം എടുക്കാവുന്ന തരത്തിൽ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിലിട്ട് ബാക്കി എമൗണ്ട് 1 ഇയർ അക്കൗണ്ടിലോ മച്യൂരിറ്റി ഉള്ളതിലോ അങ്ങനെയൊക്കെ മാറ്റിയിടുക. 1 ഇയർ മച്യൂരിറ്റി ഉള്ള അക്കൗണ്ടിൽ ഇടുമ്പോൾ അതിന് കൂടുതൽ പലിശ കിട്ടും. അങ്ങനെയൊക്കെ എങ്ങനെയാണ് വേണ്ടത് എന്ന് വളരെ ഒരുപാട് പേരോട് ആലോചിക്കാൻ പോകാതെ ഏറ്റവും അടുത്ത നമുക്ക് ഏറ്റവും വിശ്വസിക്കാവുന്ന, നമുക്ക് വേണ്ടി ജീവിക്കുന്നവരോട് മാത്രം ചോദിച്ചു വേണം, അഡ്വൈസ് എടുത്ത് വേണം ഈ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് ചെയ്യാനായിട്ട്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ലോട്ടറി അടിച്ചവന് ഒരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല. അതേ സമയത്ത് ഒരു തുറന്ന പുസ്തകം പോലെ അല്ലെങ്കിൽ പിന്നെ ആർക്കും എന്തും സഹായം ചെയ്യാമെന്ന രീതിയിൽ നടന്നാൽ ലോട്ടറി അടിച്ചവന്റെ ഗതി നാളെയും ലോട്ടറി അടിക്കുന്നതിന് മുൻപുണ്ടായിരുന്ന അതേ ഗതിയായിരിക്കും. അങ്ങനെ ഒരു ഗതിയിലേക്ക് ഒരിക്കലും വരരുത്. ആ ഒരു ചിന്തയോടുകൂടി യുക്തിസഹമായി ചിന്തിച്ചു വേണം ലോട്ടറി അടിക്കുന്ന സുഹൃത്ത് മുന്നോട്ട് പോകാൻ. ആ ഒരു പൈസ പോലും വെറുതെ വ്യയം ചെയ്ത് കളയരുത്. ഓരോ പൈസയും ഉൽപാദനക്ഷമമായ രീതിയിൽ തന്നെ താങ്കളുടെ വളർച്ചയ്ക്ക് വേണ്ടി, ക്ഷേമത്തിന് വേണ്ടി ചെലവഴിക്കുക. താങ്കളോട് ചേർന്ന് നിൽക്കുന്നവർക്ക് അതിൽ നിന്ന് ഇത്തിരിയൊക്കെ ഇറ്റിച്ച് കിട്ടുന്നുവെങ്കിൽ അത് സാരമില്ല. പക്ഷേ ഒരൊഴുക്ക് പോലെ മുഴുവനും താങ്കളോട് ചേർന്ന് നിൽക്കുന്നു എന്ന് താങ്കളെ വിശ്വസിപ്പിക്കുന്നവരിലേക്ക് ഒഴുകി പോകരുത് ആ പണം മുഴുവനും.